കൊച്ചു പൂക്കാവടിമാണ് ഈ വിഷയത്തിൽ എന്തിനാണ് അവരെ പെങ്ങന്മാരെടുത്തുള്ള മൈരെ ഇത് പറ, ഈ പല്ലേക്കാത്ത പുണ്ണ് പിടിച്ച പുണ്ടേത്? അത് നീ പോയി ഒന്ന് പല്ലേക്കടാ, എന്നെ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ്. നല്ല നാറ്റം ഉണ്ട് കേട്ടോ. മൂക്കിന് താഴെ പൂട നടക്കാത്ത കണ്ണാടി വെച്ചിരിക്കുന്ന കൊച്ചുകുണ്ണ ഇതൊക്കെ പറയാൻ ഇജേതാണ്. എന്റെ മൂക്കിന് താഴെ രോമം കളിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്റെ കശത്തിനകത്ത് രോമം കളിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്റെ വേറെ എവിടെയെങ്കിലും രോമം കളിച്ചിട്ടുണ്ടോ എന്ന് നിന്നെ എനിക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്റെ കൊച്ചു കുണ്ണയാണോ അല്ലെങ്കിൽ ഉണ്ണയാണോ എന്ന് നീ എന്റെ വീട്ടിൽ വന്നായിരുന്നടാ മൈരെ നോക്കാൻ. ഷാജഹാന്റെ ഒക്കെ ദേഹത്തോട്ട് കഴിഞ്ഞാൽ എന്റെ ദേഹത്ത് എന്തോ എക്സ് പകരോ? ഒന്ന് പോടാ മൈരെ. പിന്നെ എന്റെ വീഡിയോ എടുത്ത് നീ മുമ്പ് ചെയ്ത റീച്ചിന് വേണ്ടിയല്ലോ, നിന്റെ അണ്ടി വളർന്ന് തന്ന രണ്ടാമത് കെട്ടിക്കാനാണല്ലോ. ഷാജഹാനിക്കാട് ബിസിനസ് നമുക്കറിയാം. നിന്റെ വാപ്പായിട്ട് പെൺവേഷം കെട്ടി 12 മണിക്ക് ശേഷം മറ്റേ റോഡിലോട്ട് ഇറങ്ങുന്ന പരിപാടിയല്ലേ. പിന്നെ നീ പിന്നെ റൂമിനകത്ത് അടച്ചുമൂടിയിരുന്നല്ലോടാ സംസാരിക്കുന്നത്. നീ നിന്റെ വീട്ടിലെ ബാത്റൂമിൽ ഇരുന്നല്ലേ സംസാരിക്കുന്നത്. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയണമെങ്കിൽ നീ ഫോർസ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ആദ്യമേ വന്നു നടക്കും. പിന്നെ അറിയാത്ത പുള്ള ചൊറിയുമ്പോ പഠിക്കുമല്ലേ. നിന്റെ മാമൻ പുണ്ടാണെന്നോ അല്ലെങ്കിൽ നിന്റെ അച്ഛന്റെ അച്ഛൻ പുണ്ടാണെന്നോ അല്ലെങ്കിൽ നിന്റെ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ പുണ്ടാണെന്നോ എന്ന് എനിക്കറിയേണ്ട ആവശ്യമൊന്നുമില്ല. മൈരെ എനിക്കിട്ട് കുണയ്ക്കാൻ നിന്ന് ഞാൻ നിനക്ക് നല്ല രീതിയിട്ട് ഞാൻ കുണയ്ക്കും. പിന്നെ നിന്റെ പുണ്ണ് കൊണ്ട് ആദ്യം പോയി ആൾക്കാരെ റിയാക്ട് ചെയ്താൽ കൊണ്ട് കൂടുന്നതിന് മുമ്പ് ഡോക്ടറിനെ കൊണ്ട് കാണില്ല കേട്ടോ. അല്ലെങ്കിൽ അണ്ടിയിലും പറയിലും എല്ലാം പുണ്ണാവും. പിന്നെ നിനക്ക് പെണ്ണൊന്നും കിട്ടത്തില്ല കേട്ടോ മൈരെ.